ദേവാമൃതം. ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷപംക്തി. ജ്യോതിഷപംക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കുടമാളൂർ ശർമാജി അവറുകളാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം ശർമാജി. നമസ്കാരം. ശർമാജി, പുതുവർഷമാണ്. നമുക്കൊരു ആശംസകൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. 2024 പുതുവർഷം. അതെ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പ്രതീകമാവട്ടെ. ആ ബാലവൃദ്ധൻ ജനങ്ങൾക്കും ജാതി മത വർഗ വർണ്ണ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല വ്യത്യാസമന്യേ ഏവർക്കും ഐശ്വര്യം ഉണ്ടാവുകയും മഹാരോഗങ്ങളൊന്നും വരാതെ മനുഷ്യർക്ക് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം കിട്ടുകയും എല്ലാവർക്കും ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നല്ല വർഷമായി വരാനും ഒരു വലിയൊരു ചേഞ്ച് ഈ 2024 എല്ലാ നക്ഷത്രക്കാർക്കും എക്സ്ട്രാ പറയുകയാണ്, കാണുന്നുണ്ട് ജ്യോതിഷവശാൽ. അത് സന്ദേശം മാത്രമല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നന്മയിലേക്ക് വരുന്ന ഒരു തുടക്കവും കൂടിയാണ് ഈ വർഷം. എല്ലാവർക്കും നന്മയായി വരട്ടെ എന്ന് ദേവാമൃതത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. ശർമാജി, നമ്മൾ എല്ലാ വർഷവും വർഷഫലം പറയാറുണ്ട്. നമ്മൾ ഇന്നും വർഷഫലത്തിലല്ലേ നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്? അതെ അതെ. അതുപോലെ 12 രാശികളിലായിട്ടാണ് നമ്മൾ ഇനിയുള്ള എപ്പിസോഡുകൾ നമ്മൾ രാശിഫലം പറയാൻ പോകുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് 28 എപ്പിസോഡുകളായിട്ട് പോകും. അതെ. അപ്പോൾ ഒരു മാസം അങ്ങ് പോകും. അതെ. അപ്പോൾ ഇത് 12 ദിവസം കൊണ്ട് തീരും. അതെ അതെ അതെ. ഓക്കെ. ആളുകൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയാണ് രാശിഫലം അറിയാൻ വേണ്ടി. ഈ വർഷം നന്നായിരിക്കുമോ, എങ്ങനെയായിരിക്കും നമ്മുടെ ഇനിയുള്ള വർഷം, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയാണോ എന്നാണ്. മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ 15 നാഴിക വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. കുടുംബത്തിലുള്ള എല്ലാവരും രാശിഫലം അറിയാനായിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആദ്യം നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലോ ശർമാജി? അതെ. അപ്പം ഈ വർഷം എങ്ങനെയായിരിക്കും പൊതുവെ വിദ്യാർത്ഥികൾക്കെന്ന് പറഞ്ഞു തുടങ്ങാം നമുക്ക്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതെ, വിദ്യ എന്ന് പറയുമ്പം അതിന് നിശ്ചിത പ്രായമില്ല. കാരണം SSLCയോ +2 ഒരു ഡിഗ്രിയോ കൊണ്ട് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി തീരുന്നില്ല. വീണ്ടും അടുത്ത ഡിഗ്രിയോ വീണ്ടും ഹയർ സ്റ്റഡീസാണ്. 70 വയസ്സായവർ SSLCക്ക് പഠിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥി എന്നുള്ള പദമാണ് അവിടെ ശരി. വിദ്യ യാചിക്കുന്നവർ, അർത്ഥിക്കുന്നവർ, അവർക്ക് മൊത്തത്തിൽ പൊതുവെ അഭൂതപൂർവമായൊരു വളർച്ചയാണ് 2024. ഒട്ടുമുക്കാലും ഈ രാശിപ്പെട്ടവരെല്ലാം ഏറെക്കുറെ A+ തന്നെ കയറുന്നൊരു രീതിയാണ് കാണുന്നത്. ബുദ്ധിവികാസം, ധാരണാശക്തി, മേധാശക്തി, പ്രത്യുത്പന്ന മതിത്വം, അതുപോലെ തന്നെ ബുദ്ധിവൈഭവം, ഉയർന്ന മാർഗ്, പഠിക്കണം എന്നുള്ള ആവേശം, അതുപോലെ തന്നെ പഠിക്കുന്ന വിഷയങ്ങളിൽ കൂടുതലും ചോദ്യങ്ങൾ വരിക, പഠന പുരോഗതി, പഠിക്കുന്നതിന് വേണ്ട എല്ലാവിധ അലകും പിടിയും എല്ലാം ഉണ്ടാവും. അത് ഏത് ഡിഗ്രി ആണെങ്കിലും ഏത് വിദ്യ ആണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ 2024 കൂടുതൽ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് വരുന്ന അധ്യയന വർഷമായ മെയ് ജൂൺ മുതൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ കാലം. ഉദ്യോഗാർത്ഥികൾക്ക്, ഉദ്യോഗം അന്വേഷിക്കുന്ന ആളുകൾക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജോലി വേണമല്ലോ. അതിനെ ഉദ്യോഗാർത്ഥി എന്നല്ലേ പറയുന്നത്. അത് ഓരോ ഡിഗ്രി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഉദ്യോഗമാണ് നൽകിക്കുന്നത്. ഏതായാലും MBBS ഏതായാലും ശിവായി പൊസിഷൻ അപ്ലൈ ചെയ്യാൻ. അപ്പം ഉദ്യോഗാർത്ഥി എന്ന് പറയുന്ന നിലയിൽ നീങ്ങുന്നവർക്ക് കണിശമായിട്ടും 2024 പെർമനൻ്റ് അല്ലെങ്കിൽ പോലും ഉദ്യോഗം കിട്ടുമെന്നാണ്. പിന്നീടത് പെർമനൻ്റ് ആവും. അപ്പം ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിട്ടും അവരവരുടെ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിപ്പിക്കാവുന്ന അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രൈവറ്റ് ആവാം, ഗവൺമെൻറ് ആവാം, കേന്ദ്ര ഗവൺമെൻറ് ആവാം, UK-ലേക്കുള്ളതാകാം, ഏതായിരുന്നാലും ആവും. അതുപോലെ ഇപ്പോൾ ജോലിയിലുള്ളവർ, കലാകാരന്മാർ, കായിക താരങ്ങൾ, അങ്ങനെ ജോലിയിൽ ഇപ്പം ഇരിക്കുന്നവർ ആരും ആയിക്കോട്ടെ, കലാകാരന്മാർ കാണും, കായിക താരങ്ങൾ കാണും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കാണും, വിദേശ ജോലിക്കാർ കാണും. A to Z ഉദ്യോഗത്തിൽ, അതായത് സർവീസിൽ ഇരിക്കുന്ന ആളുകൾ, അവർക്ക്
ഉയർന്ന ശമ്പളം, ഉയർന്ന അധ്വാനഭാരം, മേലധികാരികളുടെ പ്രീതി, സഹപ്രവർത്തകരുടെ സന്തോഷം, കീഴ്ഘടകങ്ങൾ അസിസ്റ്റന്റുമാരുടെ ആദരവ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ മുതലായതൊക്കെ പാസ്സായി നിൽക്കുന്നവർക്ക് പ്രമോഷൻ ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ജോലിഭാരം കൂടും, ഉത്തരവാദിത്തങ്ങൾ കൂടും, ശമ്പളം ഗ്രേഡ് കൂടും, അധികാരികൾ, മേലുദ്യോഗസ്ഥന്മാർ, ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കും, ഒരു മെറിറ്റ് അവാർഡും ഒക്കെ വേണമെങ്കിൽ കിട്ടാനുള്ള കാര്യങ്ങളും വരും. ഇപ്പം ചോദിച്ചില്ലേ കായിക രംഗത്തിൽ നിൽക്കുന്നവർക്ക് അത് അഭിനയമോ സംവിധാനമോ അല്ലെങ്കിൽ കായിക താരങ്ങളോ അത് ഒത്തിരി ശൃംഖലകളുണ്ട്. ഏതായാലും അവർക്ക് അതിൽ പ്രാഗൽഭ്യം നല്ലവണ്ണം കിട്ടുന്ന മുൻനിരയിലേക്ക് വരും. ചെറിയൊരു നടനോ നടിയായിരുന്നാലും അവർക്ക് നല്ല അവസരങ്ങൾ വരും. പിന്നെ അതിൽ പ്രവർത്തിച്ചുകൊണ്ട് സർവീസിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ശ്രദ്ധേയമായ വേഷം, ശ്രദ്ധേയമായ ഇത് കിട്ടും. അത് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഈ 2024 അവരുടെ വൈഭവം, പാടവം കണക്കാക്കി ഏതാണ്ടൊരു 4-5 വർഷത്തിനുള്ളിൽ അവാർഡ് കിട്ടും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കോ, വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഒരു വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സായി രണ്ടാം വിവാഹം, 2 കഴിഞ്ഞ് മൂന്നാമത്തെ വിവാഹമാകാമല്ലോ, അങ്ങനെയുള്ള അത് ന്യൂനപക്ഷമാണ് എങ്കിലും ഉണ്ട്. കാരണം ഇപ്പോൾ അത് ഒന്നും വലിയൊരു അധികപ്പറ്റല്ല. പുനർവിവാഹം ഉള്ളവർക്കും ആദ്യ വിവാഹം നടക്കാനുള്ളവർക്കും വരുന്ന ജൂൺ മാസം മുതൽ 2024 തീരുന്നതിനുള്ളിലായിട്ട് പരിശ്രമമെന്യേ ഇണങ്ങിയ ഇണ, അത് സ്ത്രീക്കാണെങ്കിൽ പുരുഷൻ, പുരുഷനാണ് സ്ത്രീ, അപ്പോൾ ഇണങ്ങിയ ഇണയിൽ കിട്ടും. പുനർവിവാഹത്തിന് താല്പര്യമുള്ളവർക്ക് അതിനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിവാഹ ജീവിതം നടക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ കുടുംബസ്ഥരായിട്ട് പോകുന്നവർക്ക് ഒരു സംതൃപ്തമായ ഒരു ജീവിതം 2024 തൃപ്തികരമായിട്ടുണ്ടാവും. നന്ദി ശർമാജി. അപ്പം മേടം രാശിയിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വർഷം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് നമ്മൾ പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ, ജനപിന്തുണ, കയ്യടി, ഭൂരിപക്ഷം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ബോർഡോ കാര്യങ്ങളോ പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ആയിട്ട് കയറിയിരിക്കാനുള്ള, അതല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് MLA MP ഒക്കെ ആയിട്ട് കയറി വരാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ രാശിക്കാർക്കുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല ഭയങ്കര ജനപിന്തുണ. അതെ, ഈ വർഷം ഈ രാശിയിലുള്ള ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാറൊക്കെ സൂപ്പർ സ്റ്റാർ ആവും. അപ്പോൾ ഈ വർഷം നന്നായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെയുള്ളത് ഒരു കുറച്ച് സാമ്പത്തിക ചെലവ് ഈ രാശിക്കാർക്ക് നല്ലൊരു ബൾഗായിട്ട് ചെലവ് വരും. അതുപോലെ തന്നെ ഈ കത്തി നിൽക്കുന്നത് കൊണ്ടാകാം, ചില വിദ്യാർത്ഥി ആയാലും ഉദ്യോഗാർത്ഥിയായിരുന്നാലും ഉദ്യോഗസ്ഥരായിരുന്നാലും കായിക രംഗത്ത് നിൽക്കുന്നവരാണെങ്കിലും സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവർക്കും മതപരമായി നിൽക്കുന്നവർക്കും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഇതെല്ലാം ഉയർന്നു കഴിയുമ്പം ശത്രുക്കളുണ്ടാവുമല്ലോ, അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം രാഹുകേതുക്കളുടെ നിപ്പ്, ഈ രാഹുകേതുക്കളിൽ ഇവരുടെ പരാജയം ഉറ്റുനോക്കിക്കൊണ്ട് ചില ദുഷ്ടക്കണ്ണുകൾ നോക്കി നിൽക്കുന്നുണ്ട്. പിടികൂടാൻ പറ്റുന്നില്ല ഇവരുടെ പതനം എവിടെയുണ്ടോ. അതുകൊണ്ട് നവഗ്രഹങ്ങളെ ശക്തിപ്പെടുത്തുകയോ പ്രീതിപ്പിക്കുകയോ നവഗ്രഹ സ്തോത്ര ജപം നടത്തുകയോ നവഗ്രഹ പൂജകളോ നവഗ്രഹ ഹോമങ്ങളോ നവരത്നധാരണങ്ങളോ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പുഷ്പാർച്ചനകളോ ഒന്നുമല്ലെങ്കിലും ഞായറാഴ്ച ദിവസം ഒരിക്കൽ നോയമ്പ്, കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു 10-12 പേർക്ക് 12 രാശിക്കായിട്ട് കൊടുക്കുന്നു സാധുക്കൾക്ക്, യഥാർത്ഥ സാധുക്കൾ, ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിയുന്നാൽ ഈ ശത്രുക്കളുടെ ഉപദ്രവം, അതുപോലെ തന്നെ എപ്പോഴും 24 അവേഴ്സും ഈ ജ്വലിച്ച് നിൽക്കുന്നവർക്ക് പാമരത്തെ നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റുമോ? മനുഷ്യനല്ലേ, അബദ്ധങ്ങളൊക്കെ അങ്ങനെ കാലിടറാതിരിക്കാനുള്ള മാർഗങ്ങൾ ഈ നവഗ്രഹങ്ങൾ ഉണ്ടാക്കി തരും. എന്നാലും 2024 അസൂയക്കാര്, ശത്രുക്കൾ, ദുഷ്ടമോഹികൾ, ദുഷ്ടരാക്കോട് കൂടി നോക്കുന്നവരുടെ എപ്പോഴും അപ്പോ ഇപ്പോ നോട്ടം ഉണ്ടായിരിക്കും. അത് കാരണം എല്ലാ ഫീൽഡിലും ഒന്ന് കത്ത് നിൽക്കുന്ന ഒരു രാശിയാണ് മാഡം. അവർ സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ് സൂക്ഷിക്കേണ്ടത്. ഒന്നുമില്ലാത്തവർക്ക് എന്ത് സൂക്ഷിക്കാൻ? ഒന്നുമില്ല. ശത്രുക്കളെയും അവരുടെ കുപ്രചരണങ്ങളും അവരുടെ പുറയിൽ നിന്നുള്ള കുത്തുകളും ഒന്ന് ശ്രദ്ധിച്ചോണം. അതുകൂടെ നന്ദി ശർമാജി.
അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക. തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.